CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയോടുള്ള ഖേദപ്രകടനത്തിൽ മലക്കം മറിഞ്ഞ് BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഖേദപ്രകടനം തന്റെ ഔദാര്യം എന്നാണ് B ഗോപാലകൃഷ്ണന്റെ പുതിയ നിലപാട്. കോടതി പറഞ്ഞിട്ടും കേസ് നടത്തിയിട്ടുമല്ല, PK ശ്രീമതി കണ്ണീരോടെ പറഞ്ഞതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്ന് B ഗോപാലകൃഷ്ണൻ പറയുന്നു. ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് കൃത്യമായ തെളിവില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നായിരുന്നു ഇന്നലെ B ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടെ അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു. ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു. ആ ക്വാഷ് ചെയ്യാനുള്ള കേസിൻ്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത്. ഇന്ന് മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു. ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. ഏത് കാരണവശാലും ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീഴാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ്. കേരളത്തിൽ മാതൃകയായിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്. ആരും പറഞ്ഞിട്ടല്ല, കോടതി പറഞ്ഞിട്ടല്ല, കേസ് നടത്തിയിട്ടല്ല. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ഖേദപ്രകടനം നടത്തിയ ശേഷമാണ് ഇന്നിങ്ങനെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറുന്നത്. ഇന്നലെ ഇതിൽ വ്യാപകമായി സൈബർ ഇടങ്ങളിലൊക്കെയുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണോ ഈ ഒരു മലക്കം മറിച്ചിൽ? കേസ് നടത്തിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. കേസ് നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ നമ്മളോട് പറഞ്ഞതാണല്ലോ. അനുജ, ഇത്തരത്തിൽ ഇന്നലെ സൈബർ ആക്രമണം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഖേദപ്രകടനത്തിന് തൊട്ടു പിന്നാലെ CPMന്റെയും അതുപോലെ തന്നെ ഇടത് സൈബർ ഹാൻഡിലുകളും അടക്കം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാവിലെ ഈ ഗോപാലകൃഷ്ണൻ ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നത്. ഇത് തൻ്റെ ഔദാര്യമാണ്, അതൊരു ഖേദപ്രകടനമാണ് എന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തോട് നമ്മൾ ഇത് സംബന്ധിച്ച പ്രതികരണം തേടുന്നത്. ആ സമയത്ത് ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച് കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോയി. പക്ഷേ മറുതലക്കലിൽ നിയമപോരാട്ടവുമായി ശ്രീമതി ടീച്ചറും മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് രണ്ടുപേരും ഒരു സമവായം എന്ന തരത്തിൽ ഈ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്നലെ ഈ ശ്രീമതി ടീച്ചറുടെ വിഷമം കണ്ടുകൊണ്ട് ഈ ഇതിനകത്തൊരു ഖേദപ്രകടനം നടത്തുകയായിരുന്നു. പക്ഷെ അത് CPMും ഇടത് ഹാൻഡിലുകളും അടക്കം അത് താൻ മാപ്പ് പറഞ്ഞു എന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. PK ശ്രീമതിയോട് താൻ ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടില്ല, പകരം ഖേദപ്രകടനമാണ് നടത്തിയത്. പക്ഷേ അത് മാപ്പ് പറഞ്ഞു എന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിക്കൊണ്ട് ഇത് കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു സ്ത്രീ കണ്ണീരണിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു ധാർമ്മികത മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഖേദപ്രകടനമാണ് ഇന്നലെ നടത്തിയത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി ഇതിനകത്തൊരു തുടർ നിയമ നടപടിയുമായി PK ശ്രീമതി പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. അതാണ് PK ശ്രീമതി ടീച്ചറുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്ത് എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രീമതി ടീച്ചറിനും ഒപ്പം നിന്നുകൊണ്ടാണ് അദ്ദേഹം അത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ ഇന്ന് മറ്റൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. തന്റെ ഔദാര്യമാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്.